വെറും ഒരു ഇര മാത്രം. ഈ യുദ്ധത്തിൽ എത്ര ഇരകളെ ബലി കൊടുക്കേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും. കാരണം പൃഥ്വിക്ക് അതൊരു പ്രശ്നമേ അല്ല. അക്ഷയ്, മമ്മിയും പപ്പയൊക്കെ സുഖമായിരിക്കുന്നോ? അതെ, സുഖമായിരിക്കുന്നു. അയ്യോ, നീ വടയൊന്നും കഴിച്ചില്ലല്ലോ, എടുത്ത് കഴിക്ക്. ഞാൻ കഴിക്കാം. മോനെ, ഇത് കഴിക്കൂ. ഓ, നിർത്ത്. അവൻ ഇവിടെ വിരുന്ന് സൽക്കാരത്തിന് വന്നല്ലോ. നിങ്ങൾ ഇതെന്താ ചെയ്യുന്നേ? വന്നപ്പോ തുടങ്ങി അവനെ കൊണ്ട് കഴിപ്പിച്ചിരിക്കുന്നു. ആ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അവൻ വന്നത് വേറെന്തിനും അല്ലേ? അക്ഷയ്, നിനക്ക് സുഖമാണല്ലോ? ഗുഡ് മോർണിംഗ്. മുമ്പൊന്നും അക്ഷയ് കാണാൻ പോലും കിട്ടിയിരുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, മിക്ക സമയം ഇവിടെ തന്നെ. എന്താ കാര്യം? ഇത്തിരി കൂടിപ്പോയി. നമ്മുടെ ഭാവി മരുമോനെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. അക്ഷയമോനെ, ഇത് പറയൂ, വീട്ടിലെല്ലാവർക്കും എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ ഇതുവഴി പോവുമായിരുന്നു. അപ്പൊ കരുതി നിങ്ങളെയൊക്കെ ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്. ഓ, ഇതുവഴി പോയി അതുകൊണ്ട് വന്നു. മോനെ, നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. കാർത്തികയെ കാണണോന്ന് തോന്നി, അതുകൊണ്ടാ ഇപ്പൊ ഇവിടെ വന്നതെന്ന്. ശരിയല്ലേ? ഏടത്തിയും തുടങ്ങിയോ? എത്ര നല്ല പയ്യനെ അക്ഷയ്. മുതിർന്നവരോട് ബഹുമാനമുണ്ട്, ഇളയവരോട് സ്നേഹമുണ്ട്. ഇത്തിരി നാണം കുടുങ്ങിയാണ്, പിന്നെന്ത് വേണം? പക്ഷെ നിങ്ങളെല്ലാരും കൂടി അവനെ ടീസ് ചെയ്തോണ്ടിരിക്കുക. നോട്ട് ഫെയർ അല്ലേ മോനെ? എന്ത് ചെയ്യും? എനിക്ക് ദാഹിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? വെള്ളം കൊണ്ടുവരും, ഒട്ടും വൈകാതെ. കാർത്തിക, നിന്റെ അമ്മ എന്നെ ഇത്രയും പുകഴ്ത്തി പറഞ്ഞു. നീ എന്നെ എഗ്രി ചെയ്യുന്നില്ലേ? ഇപ്പൊ സത്യം പറഞ്ഞ പിന്നീട് ഇതിന്റെ പേരും പറഞ്ഞ് അക്ഷയ് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇല്ല അക്ഷയ്, അങ്ങനെയൊന്നുമില്ല. മമ്മ പറഞ്ഞത് വളരെ ശരിയാ. പിന്നെ ഇൻഫാക്ട് മമ്മ നിന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞതേ ഇല്ലല്ലോ. അതായത് നിങ്ങൾ എത്ര നല്ലവനാണ്, എല്ലാവരുടെ ഫീലിങ്സും എത്ര നന്നായിട്ട് മനസ്സിലാക്കുന്നു. ഞാൻ വളരെ ഭാഗ്യവതിയാണ് നിങ്ങളെപ്പോലെ ഒരു ലൈഫ് പാർട്ണറെ കിട്ടിയതിന്. കൊള്ളാം. നീ പറയുന്ന കേട്ടതൊന്നും ഈ ഡയലോഗ് നീ ഓർത്തെടുത്ത് കൊണ്ടുവന്നാണെന്ന്. നിനക്ക് സുഖമാണോടാ? വെറുതെ എന്തെങ്കിലും പറയലേട്ടാ. അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഫീലിങ്സ് ശരിക്കും പറഞ്ഞതാ. ശരിക്കും എന്റെ മനസ്സിലുള്ളത്. നീ എന്തിനാ അസൂയപ്പെടുന്നേ? ഐ ബിലീവ് ഇറ്റ്. ഞാൻ ഒത്തിരി ഭാഗ്യവാനാണ് എനിക്ക് കാർത്തികയെ പോലെ ഒരു ലൈഫ് പാർട്ട്ണർ കിട്ടിയതിന്. അക്ഷയ്, വി ഓൾ നോ ദാറ്റ്. നീ വളരെ ലക്കിയാണ്. നിനക്ക് കാർത്തികയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയതില്. പിന്നെ ഞങ്ങൾക്കാർക്കും ഇക്കാര്യത്തില് ഒരു ജലസം ഫീൽ ചെയ്യുന്നുമില്ല. ഇപ്പോ ഈ സംസാരത്തില് നന്മയുടെ കുറച്ച് ഓവർലോഡ് ആയിപ്പോയി. അതുകൊണ്ട് ഇവങ്ങനെയൊക്കെ പറയുന്നത്. ഇവർ ഈ പഞ്ചാര വർത്തനം അത്ര ഇഷ്ടമല്ലെന്ന കാര്യം നിനക്ക് അറിയാലോ. ഈ പഞ്ചാര വർത്തമാനം നന്മയ്ക്കൊന്ന് വിട. എനിക്ക് തോന്നുന്നു നിനക്ക് എന്നോട് അസൂയാണെന്ന്. ഐ എം എ ഫ്രീ ബേർഡ്. പക്ഷെ നീ ഓൾറെഡി ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയല്ലേ. കമോൺ കിരൺ, ഇതാ പറ്റിയ സമയം. ഡ്രാമ ആരംഭിക്ക. ആ പ്രീത, വാമോളെ, ഇവിടെ ഇരിക്കെ, ചായ കുടിക്കുവന്ന്. വാ പ്രീത. ഹലോ. ഷേളിൻ, നിന്റെ നെക്ലസ്. നിനക്കിത് എവിടുന്ന് കിട്ടി? ഇവനിത് എന്താ ചെയ്യുന്നേ? അല്ല, ഇത് പ്രീതയുടെ കയ്യിലായിരുന്നു. പ്രീതയാ എനിക്ക് തന്നെ. നിനക്ക് ഈ മാല എവിടുന്ന് കിട്ടി? നീ എന്താ പ്രീത എന്നോട് പറഞ്ഞേ? ആക്ച്വലി പ്രീതയ്ക്ക് ഇത് ഇവിടെ കിടന്ന് കിട്ടിയതാ. അവള് അറിയേണ്ട എടുത്തതാ. ടോട്ടലി ബൈ മിസ്റ്റേക്ക്. എനിക്കറിയായിരുന്നു അത് പ്രീതയ്ക്ക് മാത്രം ഇത്രയും വൃത്തിയോടെ ചെയ്യാൻ പറ്റൂ. അതും എന്നെ ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം. അല്ല ആന്റി, ഇവളാണ് എന്റെ നെക്ലസ് എടുത്തത്. അല്ല, ഞാൻ പറയാം. അത് ആക്ച്വലി. ഷട്ട് അപ്പ് പ്രീത. ഹൗ ഡെയർ യു? ആക്ച്വലി ഐ എം നോട്ട് സർപ്രൈസ്ഡ്. നിന്നെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് പെണ്ണ് ഇത്ര യൂണിക് ആൻഡ് എക്സ്പെൻസീവ് നെക്ലസ് കണ്ടിട്ടേ ഉണ്ടാവില്ല ലൈഫിൽ. അപ്പൊ പിന്നെ അങ്ങ് മോഷ്ടിക്കാന്ന് വിചാരിച്ചു കാണും. മമ്മ പ്ലീസ്, അങ്ങനെ. പിന്നെ നിന്നെ പോലെ ഒരു പെണ്ണിന്
ഇതുപോലൊരു നെക്ലസ് സ്വപ്നം കാണാനേ ആവില്ല. ഈ നമ്പ്യാർ ഹൗസിൽ ഇപ്പൊ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ സ്വാതന്ത്ര്യമാണ് നീ മുതലെടുത്തത്. ഞാൻ എത്ര സ്നേഹത്തോടെയാണെന്നോ ഷേളിന് വേണ്ടി ഈ നെക്ലസ് ഉണ്ടാക്കിയത്. നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ഈ വീട്ടിൽ നിന്ന് നെക്ലസ് മോഷ്ടിക്കാൻ? അല്ല ആന്റി, ഞാൻ പറഞ്ഞില്ലേ പ്രീത അറിയേണ്ട എടുത്തു പോയതാന്ന്. അറിഞ്ഞുകൊണ്ടല്ല, എങ്ങനെയോ അബദ്ധം പറ്റിയതാ. കിരൺ, നീ മിണ്ടരുത്. ഒരിക്കലും നീ കള്ളിയുടെ സൈഡ് പിടിക്കാൻ പാടില്ല. സത്യം എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു കിരൺ. എക്സാക്ട്ലി. വുഡ് യു ഗൈസ് പ്ലീസ് സ്റ്റോപ്പ് ഓവർ റിയാക്ടിങ്? മനുഷ്യനാവുമ്പോ തെറ്റ് പറ്റാലോ, പക്ഷെ അവർക്ക് പറയാനുള്ള എന്താന്ന് കൂടി ഒന്ന് കേക്ക്. പ്ലീസ് രോഹിത് ഏട്ടാ, നിങ്ങൾക്ക് തെറ്റിയതാണ്. ഈ പ്രീത കാഴ്ചക്ക് പാവമാണെങ്കിലും അത്രയ്ക്ക് പാവമൊന്നുമല്ല. അറിയില്ല ഇവൾക്ക് എന്നോട് ഇത്ര അസൂയ എന്താന്ന്. എപ്പോ നോക്കിയാലും എന്റെ രോഹിത് ഏട്ടന്റെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ലൈക്ക് എനിക്കറിയില്ല ഇവളുടെ തലയിൽ എന്ത് പ്ലാനാ ഉള്ളതെന്ന്. എപ്പോ നോക്കിയാലും എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറഞ്ഞോണ്ടേയിരിക്കും. ഐ മീൻ ടു സേ, നിങ്ങൾ മറന്നുപോയോ ഇവൾ എന്റെ തലയിൽ എന്താ കെട്ടിവെച്ചതെന്ന്? എനിക്ക് വേറെ ആരുടെ കൂടെ അഫയർ ഉണ്ടെന്ന്. അങ്ങനെ നമ്മളെ ക്ലബിലെ CCTV ക്യാമറ ചെക്ക് ചെയ്തത്. ഇപ്പൊ കണ്ടില്ല എന്റെ നെക്ലസ് എടുത്തിരിക്കുന്നു ഈ പ്രീതയ്ക്ക് അറിയായിരുന്നു കവിത ആന്റി ഈ നെക്ലസ് എനിക്ക് വേണ്ടി പ്രത്യേകം ചെയ്യിച്ചതാണെന്ന്. അതായത് എനിക്ക് ആ ഡോട്ടർ തീം പാർട്ടിയിൽ ഇട്ടോണ്ട് പോവാനായി. എന്നിട്ട് ആ പാർട്ടിയിൽ പോകാനും പറ്റിയില്ല. പിന്നെ കവിത ആന്റി എന്നോട് വഴക്കിടുകയും ചെയ്തു. നിനക്ക് സന്തോഷമായി കാണും അല്ലേ പ്രീത? അല്ല ആന്റി, ഷേളിൻ അങ്ങനെയൊന്നും അല്ല. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ഷേളിൻ. ഞാനും നോട്ടീസ് ചെയ്തതാ. ഇവള് മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും നിന്നെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല നീ ഇത്രയും വൃത്തികെട്ട കാര്യം ചെയ്യുമെന്ന്. ഷേളിനൊന്നും മിണ്ടാതിരിക്കെ. ഒരു കാര്യവും അറിയാതെ പ്രീതയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു നിനക്ക്? ഈ പെൺകുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളെയല്ല. എടത്തി പ്ലീസ്, സ്വന്തം അഭിപ്രായം കൈ വെച്ചിരുന്നാ മതി. ഞാൻ ഈ പെണ്ണുകാരന് ഷേളിനെ എത്രമാത്രം വഴക്ക് പറഞ്ഞു, എത്ര ദേഷ്യപ്പെട്ടു. അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട് ഇവളെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ. പിന്നെ നീ നിന്റെ യോഗ്യത തെളിയിച്ചു കഴിഞ്ഞല്ലോ. പിച്ചക്കാരി, മിഡിൽ ക്ലാസ് പെണ്ണ്. അയ്യോ എന്റെ ആന്റി, എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ. എല്ലാവരും സ്വന്തം ജുവലറി ചെക്ക് ചെയ്തോളൂ. എന്തൊക്കെയാ കാണാതായിട്ടുണ്ടാവുക എന്ന് ആർക്കറിയാം? ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? കിരൺ മോനെ, നീ എവിടെ നിക്ക്? എന്താ ആന്റി ഇങ്ങനെ എപ്പോഴും അവളെ? രോഹിതേട്ടാ, പ്രീത കുറ്റക്കാരിയാണ്. നിങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നത് ഞാനുമായിട്ടാ, പ്രീതയായിട്ടല്ല. നടക്കാൻ പോകുന്നേ ഉള്ളൂ, നടന്നിട്ടില്ല. സോറി പ്രീത, ഞാൻ കാരണം നിനക്ക് സോറി പറഞ്ഞതുകൊണ്ട് എല്ലാം ആകൂ. നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചോ നീ അങ്ങനെ പറയുമ്പോ എനിക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടാവുമെന്ന്? ഞാൻ പറഞ്ഞതല്ലേ നേരായ വഴി പോവാന്ന്. പൃഥ്വി എന്നോട് പോയി ചോദിക്കും കാറിൽ എങ്ങനെ നെക്ലസ് വന്നേന്ന്. പക്ഷെ നിനക്ക് നിന്റെ സ്റ്റുപ്പിഡ് കുറ്റാന്വേഷണ പ്ലാൻ നടത്തണമായിരുന്നു. അത് സൂപ്പർ ഫ്ലോപ്പ് ആയി. തന്നെയല്ല എല്ലാ കുറ്റവും എന്റെ തലയിലുമായി. ഞാൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കിതൊന്നും ഇമ്പോർട്ടന്റ് ആയിരുന്നില്ലല്ലേ? നീ ഏതെങ്കിലും മിഡിൽ ക്ലാസ് പെൺകുട്ടിയോട് ചോദിക്ക് കള്ളി എന്ന് വിളിക്കുമ്പോ എങ്ങനെ ഫീൽ ചെയ്യുന്നു. ഒരിക്കൽ പോലും ആരുടെയും ഒരു സാധനം പോലും ഞാൻ എടുത്തിട്ടേ ഇല്ല ഇത്രയും വലിയൊരു കുറ്റം ആരോപിക്കപ്പെടാൻ. നീ നോക്കിക്കോ, ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഷെർലിൻ ഈ നാടകം തുടർന്നും കളിക്കും. ഈ ലോകത്തുള്ള എല്ലാവരോടും വിളിച്ചു പറയും ഞാൻ അവളുടെ നെക്ലസ് മോഷ്ടിച്ചെന്ന്. ഇനി എങ്ങനെ ഇതൊക്കെ വീട്ടിലറിഞ്ഞു അമ്മ അറിയായിടയായ അമ്മയ്ക്കത് ഒരുപാട് വിഷമാകും. എനിക്കൊന്നും പറയാൻ പോലും കഴിഞ്ഞില്ല. ഇതും പറയാൻ കഴിഞ്ഞില്ല ഈ കുറ്റം ഞാനല്ല ചെയ്തതെന്ന്. കാരണം നീ എന്റെ സുഹൃത്താണ്. നീ അല്ലേ എല്ലാവരോടും പറഞ്ഞ പ്രീതയാണ് നെക്ലസ് എടുത്തോണ്ട് പോയെന്ന്. എന്തായാലും എന്നെ മോഷണ കുറ്റം ആരോപിക്കപ്പെടും. തന്നെയല്ല നോക്കും എന്റെ ഫാമിലി, എന്റെ മുഴുവൻ കുടുംബം അപമാനിക്കപ്പെടും. നിനക്കറിയാവുന്നല്ലേ കവിത ആന്റിയും ഷെർലിനും എന്റെ അടുത്ത് എത്ര റൂഡ്ലിയാ സംസാരിക്കുന്നതെന്ന്. ഇനിയും അവരെന്നെ എന്തൊക്കെ പറയും, എന്റെ മേലെ എന്തൊക്കെ ആരോപിക്കും. ഞാൻ അവരോട് എന്ത് പറയും?
നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് കിരൺ? കാരണം ഞാനൊരു 1-ാം നമ്പർ വിഡ്ഢിയായതുകൊണ്ട്, മന്ദബുദ്ധി ആയതുകൊണ്ട്, പൊട്ടനായതുകൊണ്ട് ഇപ്പോഴും എനിക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യൂ. എനിക്ക് തോന്നി ഈ മാർഗം ഉപയോഗിച്ചാലേ ഷേളിൻ ഈ നെക്ലസ് അവളുടെയാണെന്ന് സമ്മതിക്കുന്നു. അവൾ അവളുടെ വാ തുറന്ന് പറയുകയും ചെയ്തു ആ നെക്ലസ് അവളുടെയാണെന്ന്. അതിനർത്ഥം നമ്മൾ ശരിയായ ഗെയിമാ കളിച്ചത്. പ്രീത, ഇനി വേണമെങ്കിൽ ഞാൻ അവളുടെ വായിന്ന് വീണ്ടും ഇത് പറയിപ്പിക്കും, ഇത് കൺഫേം ചെയ്യിക്കും ആ നെക്ലസ് അവളുടെയാണെന്ന്. ട്രസ്റ്റ് മീ, എനിക്കറിയാം ഇക്കാരണം കൊണ്ട് നിന്നിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടു എന്ന്. പക്ഷെ ഗെയിം നമ്മൾ ശരിയായി തന്നെയല്ലേ കളിച്ചത്. അവൾ അക്സെപ്റ്റ് ചെയ്തു ഈ നെക്ലസ് അവളുടെയാണെന്ന്. പ്രീത, എനിക്കറിയായിരുന്നു ഞാൻ നിന്റെ മേലെ ഈ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ നിന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടി അവളത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഈ നെക്ലസ് അവളുടേതാണെന്നുള്ള കാര്യം ഐ എം റിയലി സോറി. എനിക്കറിയില്ലായിരുന്നു കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളായി പോകുന്നു. നീ ഇനി നോക്കിക്കോ, ഷെലിൻ എന്റെ അമ്മയെ ഒത്തിരി ചീത്ത പറയും. നീ ഇതെന്താ ചെയ്തത് കിരൺ? നീ കവിത ആന്റിയുടെയും ഷെല്ലിന്റെ കയ്യിൽ ആയുധം കൊടുത്തു, എന്നിട്ട് അവർക്ക് അധികാരവും കൊടുത്തു. അതുപയോഗിച്ച് എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ. എനിക്ക് എന്റെ സത്യം തെളിയിക്കാൻ പോലും ആകില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. നീ ഇങ്ങനെ എന്തിനാ ചെയ്തത് കിരൺ? കാരണം എനിക്ക് തോന്നി അതാണ് ശരിയെന്ന് പ്രീത. എനിക്കറിയാം ഞാൻ കാരണം നിന്നിൽ ഒരുപാട് കുറ്റം ആരോപിക്കപ്പെട്ടു വന്ന് നിന്നെ എല്ലാവരും കള്ളിയെന്ന് വിളിച്ചു. നിനക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ? ഐ ഡിഡ്ന്റ് മീൻ ടു ഹർട്ട് യു ആർ. ഐ എം സീരിയസ്. ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യാ, ആരൊക്കെയാണ് നിന്നെ കള്ളി എന്ന് വിളിച്ചത് അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും പ്രീത. നീ എല്ലാവരെക്കാളും സത്യസന്ധയാണെന്ന്. ഷെറിനാവട്ടെ, ആര്യാവട്ടെ, നിന്നെ കള്ളി എന്ന് വിളിച്ച ഓരോ ആളോടും എല്ലാവരോടും ഞാൻ ഇക്കാര്യം പറയും. എന്തൊക്കെ കാര്യം നിന്നെ ആരോപിക്കപ്പെട്ടോ അതൊക്കെ ഞാൻ മായ്ച്ചു കളയും. ഐ പ്രോമിസ്. കൊള്ളാം. എനിക്ക് തോന്നുന്നത് ഇന്ന് എന്റെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നാ. നീ എനിക്ക് വേണ്ടി നെയ്ച്ചോറുണ്ടാക്കാൻ പോവല്ലേ? അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം സരളെ. നീ എന്ത് ചെയ്താലും എനിക്കറിയാം. നീ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി ഉണ്ടാക്കി എന്നെ സന്തോഷിപ്പിക്കുവല്ലേ. കാരണം ചില ദുഷ്ടകളായ അമ്മായിയമ്മമാരെ പോലെ നിന്നെ തല്ലാതിരിക്കാനല്ലേ? അതെ അമ്മേ, അതുകൊണ്ടല്ലേ ഞാൻ ആഴ്ചയിൽ 2 തവണ അമ്മയ്ക്ക് വേണ്ടി നെയ്ച്ചോറുണ്ടാക്കുന്നത്. അതും കിസ്മിസ് ഇട്ട്. കിസ്മിസ് ഇട്ടില്ലെങ്കിൽ എന്റെ വിചാരം ഞാൻ ഉറങ്ങുമ്പോ അമ്മ എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചാലോന്നാ. ഉറപ്പായി ഞെരിക്കും. നെയ്ച്ചോറിന്റെ കൂടെ തക്കാളി കറിയും വേണം, പപ്പടം കൂടി കാച്ചിക്കോ. നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ ഇങ്ങനെ രസിച്ചിരിക്കുകയാണല്ലേ? എന്നെ പറ്റി ആർക്കും ഒരു വിചാരമില്ല. അറിഞ്ഞൂടെ ഞാൻ എന്റെ മുറിക്ക് പെയിന്റ് അടിക്കാൻ പോവാണെന്ന്? രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാ. പാവം ഒരു കുഞ്ഞു ആവയെ ഞാൻ ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്കൊന്നും അത് കണ്ടിട്ട് ഒന്നും തോന്നില്ല. ആരും എന്നെ സഹായിക്കുന്നില്ല. ഒരു കാര്യം ചെയ്, നീ ഇവിടെ ഇരിക്കും. കുറച്ചു നേരം നീ ഇവിടെ ഇരുന്നൊന്ന് വിശ്രമിക്ക്. അത് കഴിഞ്ഞിട്ട് പോയി നിന്റെ ജോലി ചെയ്തോ. അമ്മ, ഇവളുണ്ടല്ലോ, ഇവളൊരു കുശുംബിയാ. ഇപ്പൊ ഒരു നല്ല കളർ പെയിന്റ് അടിച്ചിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ടാ അവക്ക് ഇനിയും പെയിന്റ് അടിക്കണോന്ന്. അതും സെയിം കളർ. വേറെ വല്ല കളറും ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു. അതിനൊരു പുതിയ ഫീലെങ്കിലും കിട്ടിയേനെ. ഒരു മിനിറ്റ് അമ്മ, അമ്മ എന്താ പറഞ്ഞേ? ഞാൻ ഓൾറെഡി ഉള്ള കളറാ അടിക്കുന്നതെന്ന്. പക്ഷെ ഓൾറെഡി ഉള്ള കളർ മോശമല്ലല്ലോ. പിന്നെ എനിക്ക് എന്റെ റൂമിന്റെ വാൾസിന് ഒരു ഫ്രഷ് ലുക്ക് വേണം. എനിക്ക് പുതിയ ലുക്കൊന്നും അല്ല വേണ്ടിയിരുന്നത്. ഓക്കെ, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യാ. ഡ്രസ്സിംഗ് ടേബിൾ ഭയങ്കര ഹെവിയാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അമ്മ ഇല്ല. സമീർ, വാ മോനെ, വാ. വാ മോനെ. മതി മതി മതി, നന്നായി. ഇവിടെ വാ, എന്റെ അടുത്തിരിക്കും. നന്നായിരിക്കുന്നു മുത്തശ്ശി. അതെ അതെ, നീ നന്നായിരിക്കട്ടെ. വളരെ നല്ല സമയത്താ നീ എത്തിയ. കുറെ നേരമായി ഒരു ചായ കുടിക്കാൻ തോന്നിയിട്ട്. നിന്റെ പേരും പറഞ്ഞൊരു കപ്പ് ചായ കുടിക്കാല്ലോ. സരള, ഇവന് ചായ കൊടുക്കും. അമ്മേ, ഒരു ദിവസം അമ്മ എത്ര ചായ കുടിക്കും? ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇതൊക്കെ സൃഷ്ടി നിരത്തി വെച്ചിരിക്കുന്നതാ. എന്തിനാന്നോ? അവളുടെ മുറി പെയിന്റ് ചെയ്യ. ഏത് കളറാണോ അടിച്ചിരിക്കുന്നത് അത് പിന്നെയും പെയിന്റ് ചെയ്യ. പറ മോളെ, പറ, നീ എന്തൊക്കെ ജോലിയാ ചെയ്യുന്നെന്ന്. എത്രമാത്രം ജോലികളാ എന്റെ കൊച്ചി ചെയ്യുന്നെന്നോ? ഞാൻ നിനക്ക് ചായ കൊണ്ടുവരാം. ശരി. ഇത് 3ാമത്തെയാ. നീ ചായക്ക് എണ്ണം പറഞ്ഞു തുടങ്ങിയോ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എണ്ണിയേ പറ്റൂ. സൃഷ്ടി, എന്തിനാ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്? അത് ആക്ച്വലി ഞാൻ എന്റെ റൂം പെയിന്റ് ചെയ്യാ. അതുകൊണ്ട് സെയിം കളേഴ്സ് ആണ്, പക്ഷെ എനിക്കൊരു ഫ്രഷ് ലുക്ക് വേണം തോന്നി. കേട്ടോ, നിറം ഒന്നുകൂടി പുതുക്കാനാന്ന്. പോയിന്റ് ബി നോട്ടഡ്.
ഭിത്തിക്ക് പെയിന്റ് അടിക്കുന്നു, അത് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മേക്ക് ഓവർ ആവശ്യമില്ല. ഇവളെ പോലൊരു ഭ്രാന്തിയെ വേറെ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞങ്ങൾ ആരും ഇവളുടെ വട്ടിന് കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. മുത്തശ്ശി, ഞാൻ എപ്പോഴും മുത്തശ്ശിയോട് പറഞ്ഞു എനിക്ക് പെയിന്റിങ്ങിൽ ഹെൽപ്പ് വേണോന്ന്. ഞാൻ ജസ്റ്റ് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. അവിടെ ഇരിക്കുന്ന ഡ്രസ്സിംഗ് ടേബിള് കുറച്ച് ഹെവിയാ, അത് അനങ്ങുന്നു പോലും ഇല്ല. അതവിടുന്ന് എടുത്തു മാറ്റത്തിടത്തോളം ജോലി എങ്ങനെയാ ചെയ്യാ? അതിനിപ്പോ എന്താ, അത് ഞാൻ ചെയ്തു തരാലോ. ആയു ഷുവർ? അതിന് നല്ല ഭാരമുണ്ട്. അതിന് ഇത്ര കാര്യം തിരിക്കുന്നു. നിനക്കറിയാലോ ഞാനന്ന് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നല്ലേ. ആ ജോലി ഞാൻ വെറും നിമിഷ നേരം കൊണ്ട് തീർക്കും. നീ എഴുന്നേറ്റേ. എവിടെയാ? ഓക്കേ. പെൺകുട്ടികൾ കല്യാണം കഴിക്കുവാണെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റുന്ന ചെക്കന്മാരെ വേണം കെട്ടാൻ. ഇന്ന് ഞാൻ കാരണം പ്രീതി ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു. ഞാനൊരു വല പിരിച്ചു നോക്കിയതാ, ഷെളിന് അതിൽ പെടോ ഇല്ലയോ എന്നറിയാൻ. ഞാൻ അറിഞ്ഞോ എന്റെ ഐഡിയ കാരണം വലയിൽ കൊടുക്കുന്നത് പ്രീതി ആയിരിക്കുമെന്ന്.